Welcome to Karthik's Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 23. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇതെന്തൊന്നുടെ കാണുന്നേ? മെഴുകുതിരി നാളത്തിന്റെ ചൂട് തട്ടിയപ്പോ കടലാസിൽ തെളിഞ്ഞു വന്ന മാപ്പിലേക്ക് നോക്കി നിന്ന ഞങ്ങളെ ഉണർത്തിയത് അസിയുടെ അത്ഭുതത്തോടെയുള്ള ചോദ്യമായിരുന്നു. ഞാൻ തല ചരിച്ച് അവനെ നോക്കി. നിനക്ക് മനസ്സിലായില്ലേ? ഇതൊരു മാപ്പാണ്. ഈയിടെ കോപ്പ മാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സാധാരണ കടലാസിൽ ചൂട് തട്ടിയപ്പോഴേ ആ രേഖകളൊക്കെ തെളിഞ്ഞു വരുന്നതുകൊണ്ട് ചോദിച്ചതാ. എടാ, പണ്ടുകാലം മുതൽക്കേ ഈ രഹസ്യ രേഖകൾ എഴുതാനും വരയ്ക്കാനും ഒക്കെ ഇൻവിസിബിൾ ഇങ്ക് ഉപയോഗിച്ചിരുന്നു. നമ്മുടെ വിനാഗിരി പോലും അങ്ങനെ എഴുതാൻ ഉപയോഗിക്കാം. ഉണങ്ങിക്കഴിഞ്ഞാല് അതിൽ പലതും ചൂട് തട്ടിയാൽ തെളിഞ്ഞു വരുന്നതാണ്. മറ്റു ചിലത് തെളിയാൻ കെമിക്കൽ മിശ്രിതങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചൂട് തട്ടിയാൽ തെളിഞ്ഞു വരുന്ന ഇങ്ക് കൊണ്ട് എഴുതിയിരിക്കുന്നവ ആ ചൂടില്ലാതെയായാൽ പഴയതുപോലെ മാഞ്ഞു പോവുകയും ചെയ്യും. നിനക്കിത് കത്തിച്ചു കളയാൻ തോന്നിയത് നന്നായി ഗംഗെ. ഇല്ലെങ്കിൽ നമ്മൾ ആ കടലാസം കൊണ്ട് വെറുതെ നടന്നേനെ. എന്നെ സമ്മതിക്കണമല്ലേ? നിമിഷയുടെ അഭിനന്ദന വാക്കുകൾ കേട്ട് ഗംഗ തന്റെ ഷർട്ടിന്റെ കോളർ കൂട്ടിപ്പിടിച്ച് താനൊരു വലിയ പുള്ളിയെന്ന മട്ടിൽ എല്ലാരെയും നോക്കി ചിരിച്ചു. അല്ല, ഇത് ഇപ്പൊ എന്തിന്റെ മാപ്പാണ്? ഇത് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഹോപ്പ് സംശയത്തോടെ നോക്കി. ദാ ആ കാണുന്ന കോട്ടയാണ് ഈ മുകളിൽ വരച്ചിരിക്കുന്നത്. ഞാൻ ജനാലയിൽ കൂടി പുറത്തെ ഇരുട്ടിനപ്പുറത്ത് വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന ആ കോട്ട കാട്ടിക്കൊടുത്തു. അവർ ജനാലയുടെ അടുത്തേക്ക് ചെന്ന് ആ കുന്നിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഞാൻ ആ മാപ്പ് ശ്രദ്ധാപൂർവം പഠിക്കുകയായിരുന്നു. എന്തായി, വല്ലോ നടക്കുക? മാപ്പിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ഞാൻ അസിയുടെ ചോദ്യം കേട്ടാണ് തല ഉയർത്തിയത്. എല്ലാവരും ആകാംക്ഷയോടെ എന്റെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. ദാ ഈ വരച്ചിരിക്കുന്ന 2 കോട്ടവാതിലുകളും അതിനോട് ചേർന്ന് വരച്ചു വെച്ചിരിക്കുന്ന കോട്ടമതിലും ഇപ്പൊ അവിടെയുണ്ട്. ഈ കാണുന്നത് കോട്ടയുടെ അകത്തളമാണ്. പക്ഷേ പറഞ്ഞു വന്നത് നിർത്തി ഞാൻ സംശയത്തോടെ ആലോചിക്കുന്നത് കണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ചോദിച്ചത്. ദാ ഇവിടെ ഒന്നും താഴെയൊക്കെ പടവുകൾ കാണിച്ചിരിക്കുന്നത് കണ്ടോ? അങ്ങനെ ഒരു സ്ഥലം അവിടെ ഇല്ല. ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ആ ഭാഗം മുഴുവൻ വെറും മണ്ണാണ്. ചിലപ്പോ ആ മണ്ണിനടിയിലാണ് ആ കൽപ്പടവുകളിലേക്കുള്ള എൻട്രൻസ് എങ്കിലോ? ഗംഗ ഒരു സംശയം ഉന്നയിച്ചു. യെസ്, അതിന് സാധ്യത ഉണ്ടടാ. 2 ബായിമാരെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് കുഴിച്ചു നോക്കായിരുന്നു. അസി പറഞ്ഞത് കേട്ട് എല്ലാരും അവനെ ഒന്ന് നോക്കി. അവൻ പക്ഷേ ബായിമാരെ എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. ഈ എന്തിനാ 2 പേര് മാത്രം ആക്കുന്നത്? പറ്റുമെങ്കിൽ ഒരു 10-20 പേരെ അങ്ങ് വിളിക്കും. പിന്നെ TV-ക്കാരും പത്രക്കാരും ഒക്കെ പോന്നോട്ടെ. എന്റെ ആക്കിയുള്ള പറച്ചില് കേട്ട് അവനൊന്ന് നോക്കി. വേണ്ട അല്ലേ? പറഞ്ഞതിൽ അബദ്ധം മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. അവൻ നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. എന്തോന്നട എന്ന മട്ടിൽ നിമിഷ അവനെ നോക്കി കൈമലർത്തി. നിനക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് ശരിക്കും അറിയാവോ? ഗംഗ സംശയത്തോടെ എന്റെ മുഖത്തേക്ക് നോക്കി. ആ, ഇന്ന് കാലത്ത് ആ പയ്യനെയും കൂട്ടി ഞാൻ ആ കോട്ടയിൽ പോയിരുന്നതാ. അവിടെ കണ്ടതാ ഇതൊക്കെ. ശരി, എനിക്ക് ബാക്കി പറയും. എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും മാപ്പിലേക്കായി. പണ്ട് കാലത്തെ ഈ കോട്ടകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നായിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാവരും തലകുലുക്കി. യെസ്, അപ്പോ ഇതും അതുപോലുള്ള ഒരു തുരങ്കമായിരിക്കും അല്ലേ? നിമിഷം മാപ്പിലേക്ക് നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അതെ, പക്ഷെ ഈ തുരങ്കം കടന്നു പോകുന്ന ഭാഗത്തെ ചില സ്ഥലങ്ങളിൽ വെട്ടുകൾ പോലെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ദാ ഇവിടെ ഒരു ഗുഹ പോലെ മറ്റൊരു ഭാഗം കണ്ടു. ആ തുരങ്കം കടന്നു പോകുന്ന പാതയിൽ വലിയൊരു മുറി പോലെ വരച്ചിരിക്കുന്ന ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് പാറക്കെട്ട് പോലെ എന്തോ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. അതിനു മുകളിൽ ചുവന്ന ചായം കൊണ്ട് എന്തോ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതെന്താ ഈ ചുവന്ന അടയാളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നേ? നിമിഷയുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മുന്നോട്ടു പോകുന്ന ആ തുരങ്കത്തിന്റെ മുകളിൽ കുറച്ചപ്പുറത്തായി നീല നിറത്തിൽ വീണ്ടും എന്തോ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഒരു നദി ഒഴുകും പോലെ. ആ നീല നിറത്തിൽ കാണുന്നത് ഏതോ നദിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ നീല നിറം തൊട്ട് കാണിച്ചുകൊണ്ട് ഹോപ്പ് പറഞ്ഞു. അതായത് ആ തുരങ്കം പോകുന്നതിന് മുകളിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട് അല്ലേ? അസി ചോദ്യത്തോടെ എല്ലാവരെയും നോക്കി. ആയിരിക്കാം. മറുപടി പറഞ്ഞിട്ട് ഞാൻ വീണ്ടും മാപ്പിലേക്ക് ശ്രദ്ധിച്ചു. ആ നീല നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നിലായി തുരങ്കം മറ്റൊരു ഗുഹ പോലുള്ള അറയിലേക്ക് തുറന്നിരിക്കുന്നതായി കാണിക്കുന്നു. അവിടെയും പാറ പോലെ ഒരു തട്ടിന്റെ മുകളിൽ എന്തോ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം കഴിഞ്ഞ് തുരങ്കം മുകളിലേക്ക് കയറുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ ഭൂമി നിരപ്പിൽ ചെന്ന് അവസാനിക്കുന്ന തുരങ്കത്തിന് മുകളിലായി കുറെ പാറക്കൂട്ടങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. ഇതേതോ പാറക്കൂട്ടങ്ങൾക്കിടയിലാണല്ലോ ചെന്ന് അവസാനിക്കുന്നത്.
മാപ്പിൽ നോക്കി നിൽക്കുന്ന ഞാൻ പെറുവിറുക്കുന്നത് കേട്ട് എല്ലാവരും എന്നെ സൂക്ഷിച്ചു നോക്കി. അയ്യടാ ഗൂഗിൾ അമ്മയോട് ചോദിക്കടാ, ഇവിടെ അടുത്ത് അതുപോലത്തെ പാറക്കൂട്ടങ്ങൾ വല്ലതുകൊണ്ടോന്ന്. അസി എന്റെ തോളത്ത് കെട്ടി. അവൻ പറഞ്ഞതുപോലെ ഗൂഗിളിൽ തിരഞ്ഞ ഞങ്ങൾക്ക് മുന്നിൽ മൊബൈലിൽ തെളിഞ്ഞു വന്ന സ്ഥലത്തിന്റെ പേര് ഞാൻ ഉറക്കെ വായിച്ചു. ഗരി നദി ഗോർജ്. ആ സ്ഥലത്തിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പാറക്കൂട്ടങ്ങളുടെ മനോഹരമായൊരു താഴ്വരയാണ്. ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ എവിടെയാണ് ആ തുരങ്കമെന്ന് അവസാനിക്കുന്നത്. പ്രഗത്ഭനായ ഒരു ശില്പി കൊത്തിവെച്ചതുപോലെ സ്ഥിതി ചെയ്യുന്ന ആ പാറക്കൂട്ടങ്ങളുടെ മനോഹാരിതയിലേക്ക് കണ്ണുനട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, എങ്കില് ആ വെള്ളം പോലെ കാണിച്ചിരിക്കുന്നത് ഈ തടാകമാണെങ്കിലോ? മൊബൈലിലെ മാപ്പിൽ ഹർമിസാർ ലേക്ക് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന തടാകം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഗംഗ പറഞ്ഞത്. ആവാം. അവൾ കാണിച്ച ആ തടാകത്തിന്റെ പേര് ഒരിക്കൽ കൂടി വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, റോഡ് മാർഗം ഈ കോട്ടയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്ററോളം ഉണ്ട് ആ പാറക്കൂട്ടങ്ങളിലേക്കുള്ള ദൂരം. കണ്ടില്ലേ? മാപ്പിൽ ദൂരം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് നിമിഷ പറഞ്ഞു, അതായത് ആ തുരങ്കത്തിന് ചുരുങ്ങിയത് ഒരു 5-6 കിലോമീറ്ററെങ്കിലും നീളം കാണും. അസി കണക്കൂട്ടി. അതെ, അവന്റെ ആ കണക്കൂട്ടൽ ഞാൻ ശരിവെച്ചു. അതിരിക്കട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? എന്റെ മുഖം പിടിച്ച് അവളുടെ നേരെ തിരിച്ചിട്ട് ഗംഗ ചോദിച്ചു. ആ തുരങ്കം പരിശോധിക്കുക, അത് തന്നെ. ഞാൻ അപ്പോഴേക്കും മനസ്സിൽ തീരുമാനം എടുത്തിരുന്നു. ഇടാ, അതുകൊണ്ട് എന്താ പ്രയോജനം? നേരത്തെ നീ പറഞ്ഞതുപോലെ കോട്ടയിൽ നിന്നുള്ള ഒരു തുരങ്കം മാത്രമാണെങ്കിലോ അത്? അസി സംശയത്തോടെ എന്നെ നോക്കി. ചെറുപ്പത്തിൽ എന്നോടൊപ്പം കിട്ടിയ ഈ കടലാസിലെ രഹസ്യമായി രേഖപ്പെടുത്തിയിരുന്നതല്ലേ ഈ തുരങ്കം? അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ അതിൽ കാണുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ആരും അത് റിസ്കാ കേട്ടോ. ഒന്നാമത് പണ്ടെങ്ങും ഉള്ളൊരു തുരങ്കമായിരിക്കും അത്. ഇപ്പൊ അങ്ങനെ ഒരു തുരങ്കം ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വായുസഞ്ചാരം ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയാനും സാധിക്കില്ല. ഗംഗ ആശങ്കയോടെ എന്നെ നോക്കി. അതെ, ഞാനും അതോ പറയുന്നത്. നമുക്ക് ഈ മാപ്പേ ഏതെങ്കിലും ഒരു ആർക്കിയോളജിസ്റ്റിനെ ഏൽപ്പിക്കാം, അവരന്വേഷിക്കട്ടെ, അതല്ലേ നല്ലത്. അസി ഗംഗയെ സപ്പോർട്ട് ചെയ്തു. നോ, എന്നെ കുറിച്ച് അറിയാനുള്ള ഏക മാർഗമാണിത്. അത് ഞാൻ തന്നെ അന്വേഷിക്കും. എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. ശരി, അതാ നിന്റെ തീരുമാനമെങ്കിൽ നിന്നോടൊപ്പം ആ തുരങ്കത്തിലേക്ക് ഇറങ്ങാൻ ഞാനും ഉണ്ടാവും. ഗംഗ എന്റെ മുഖത്തേക്ക് നോക്കി ഉറപ്പിച്ചു. എങ്കിലും ഞങ്ങളും. അസിയും ഹോപ്പും കോറസ് ആയിട്ട് പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ പുറത്തു നിന്നാ മതി. തുരങ്കം തുടങ്ങുന്ന ഭാഗത്തും അവസാനിക്കുന്ന ഭാഗത്ത് ആ പാറക്കൂട്ടങ്ങൾക്കടുത്തും നിങ്ങൾ ആരെങ്കിലും വേണം. പുറത്ത് ഇവര് നിന്നോളൂ, ഞാൻ നിന്റെ ഒപ്പം ആ തുരങ്കത്തിലേക്ക് വരുവാരു. എന്നെ കൂട്ടാതെ നീ പോകില്ല. ഗംഗയുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആ ദൃഢനിശ്ചയം കണ്ട് ഞാൻ അവളുടെ കൈകളിൽ കോർത്തു പിടിച്ചു. അപ്പോ അത് സെറ്റ്. ഇനി പറ, എങ്ങനെയാ നമ്മുടെ പ്ലാൻ? അസി തിടുക്കം കൂട്ടി. നാളെ അവിടെയുള്ള അമ്പലത്തിലെ നാഗപഞ്ചമിയാണ്. നമ്മൾ കാലത്തെ അമ്പലത്തിലേക്ക് പോകും. മാപ്പിൽ കാണിച്ചിരിക്കുന്ന ആ തുരങ്കം തുടങ്ങുന്ന സ്ഥലം നമുക്ക് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തു വെക്കണം. പുറത്തുനിന്നും വന്നവരായതുകൊണ്ട് അവിടെയുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിച്ചേക്കാം, അതും സൂക്ഷിക്കണം. ഓക്കെ ദെൻ. ഹോപ്പ് അടുത്ത ചോദ്യം പറഞ്ഞു. വൈകുന്നേരത്തോടെ ആ നാഗപഞ്ചമി പൂജയുടെ തിരക്കുകളെല്ലാം കഴിയും. രാത്രി പൊതുവെ അവിടെ ആരും ഉണ്ടാകാറില്ല എന്നാ ആ പയ്യൻ പറഞ്ഞത്. സോ രാത്രിയാകുമ്പോൾ അവിടെ ചെന്ന് ആ ഭാഗം കുഴിച്ചു നോക്കാം. തുരങ്കത്തിനകത്തേക്ക് കിടക്കാനുള്ള എന്തെങ്കിലും വഴി തുറന്നു കിട്ടിയാൽ ഞാനും ഗംഗയും തുരങ്കത്തിനകത്തേക്ക് കിടക്കും. പോപ്പ് അവിടെ തന്നെ നിന്നാ മതി. അസിയും നിമിഷയും അവിടെ നിന്നും വണ്ടിയെടുത്ത് പാറക്കൂട്ടങ്ങൾക്കടുത്തുള്ള സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. നേരം വെളുത്ത ശേഷവും ഞങ്ങളെ കണ്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർ വിവരം അറിയിച്ചാൽ മതി. പോരടാ. അസി അല്പം വിഷമത്തോടെ എന്നെ നോക്കി. ഗംഗ ഒഴികെ മറ്റുള്ളവരുടെ മുഖങ്ങളിലും വല്ലാത്ത ഉത്കണ്ഠയും വിഷമവും ഉണ്ടായിരുന്നു. എന്നാൽ ഗംഗയുടെ മുഖത്ത് എന്നോടൊപ്പം ആ തുരങ്കത്തിലേക്ക് വരാൻ തീരുമാനമെടുത്തതിന്റെ പ്രസന്നതയുമായിരുന്നു. അയ്യ, ശ്രീജിത്തിന്റെ വിളി കേട്ടാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. കയ്യിൽ ഭക്ഷണപാത്രങ്ങളുമായി അവൻ അകത്തേക്ക് കയറി വന്നു. ഗംഗയും നിമിഷയും കൂടി അവന്റെ കയ്യിലിരുന്ന പാത്രങ്ങൾ വാങ്ങി മേശയിലേക്ക് നിരത്തി. ശ്രീജിത്തെ, എടാ, ഇവർക്ക് 2 മുറികൾ കൂടി വേണം. നാളത്തെ നാഗപഞ്ചമി കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഭയ്യ. ഇതിന്റെ തൊട്ടടുത്തുള്ള 2 റൂമുകളാ. ദാ ചാവി. അവൻ 2 സെറ്റ് കീ എന്റെ കയ്യിലേക്ക് തന്നു. ഗുഡ്. ഭയ്യ, അതാരാ? അവൻ എന്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് കണ്ണുകൾ കൊണ്ട് ഗംഗയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എന്നോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അത് ഗംഗ. അതല്ല, ആ ചേച്ചി ഭയ്യയുടെ ആരാ? ആരാകണം? ഞാനൊരു കുസൃതി ചിരിയോടെ അവനെ നോക്കി. മുझे മാലൂം ഹേ. അവൻ തലയാട്ടി ചിരിച്ചു. എങ്കിൽ പറ, ആരാ? ബാബി. ഉച്ചത്തിൽ എല്ലാവരും കേൾക്കെ പറഞ്ഞതിന് ശേഷം അവൻ ഗംഗയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് നടന്നു. അവന്റെ ആ പറച്ചിൽ കേട്ട ഗംഗയും അവനെ നോക്കി ചിരിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോ ഗംഗ അവളുടെ പാത്രവും എടുത്ത് കട്ടിലിരിക്കുകയായിരുന്ന എന്റെ അടുത്തേക്ക് വന്നിരുന്നു.
ചപ്പാത്തി ചെറിയൊരു കഷ്ണമെടുത്ത് ചിക്കൻ കുറുമയിൽ മുക്കി അവൾ എനിക്ക് നേരെ നീട്ടി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിലും അവൾ നീട്ടിയ ആ സ്നേഹത്തിന്റെ പങ്ക് വേണ്ടെന്ന് വെക്കുവാൻ എനിക്ക് തോന്നിയില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ വാ തുറന്നു. വായിലേക്ക് നീണ്ട ഭക്ഷണത്തോടൊപ്പം അവളുടെ വിരലുകളുടെ മധുരവും ഞാൻ നുണഞ്ഞു. എന്നെ നോക്കി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ ആ സ്നേഹത്തിന്റെ കടലാഴങ്ങളിൽ ഹൃദയം നഷ്ടപ്പെട്ട് ഞാൻ നിന്നു. ഉമ്മ. എന്റെ നേരെ നോക്കി ചുണ്ടുകൾ കൂർപ്പിച്ച് പതുക്കെ ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ഭക്ഷണം നീട്ടി. അതെ, ഉമ്മിക്കുന്നതൊക്കെ കൊള്ളാം. ഭക്ഷണം മുഴുവൻ അവന് വാരി കൊടുത്തിട്ട് രാത്രി വിശക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കിടന്ന് കരഞ്ഞാലേ കാലെ പിടിച്ച് ഞാൻ നിലത്തടിക്കും. തിരിഞ്ഞു നോക്കാതെ നിമിഷ പറഞ്ഞത് കേട്ട് ഗംഗ നേരി ഒരു ചമ്മലോടെ എന്നെ നോക്കി. ഓടി. നിമിഷയോട് മറുപടി പറഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എങ്കിലും ഇടയ്ക്ക് പിന്നെയും അവളുടെ കൈ ഭക്ഷണത്തോടൊപ്പം എന്റെ നേരെയും നീണ്ടു. നേരം വെളുത്തപ്പോ കാറ്റിന്റെ ശക്തി അല്പമൊന്ന് കുറഞ്ഞിരുന്നു. കാലത്ത് 8 മണിയോടെ ഞങ്ങൾ ശ്രീജിത്തിനോടൊപ്പം അമ്പലത്തിലേക്ക് പോകുവാനായി ഇറങ്ങി. പോകാൻ നേരം ഞാൻ ആ കടലാസ് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. തലേ ദിവസം മെഴുകുതിരിയുടെ മുകളിൽ നിന്നും മാറ്റി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ വരച്ചിരുന്ന ആ മാപ്പ് പഴയതുപോലെ മാഞ്ഞു പോയിരുന്നു. അമ്പലത്തിനടുത്തേക്ക് എത്തിയപ്പോൾ തലേ ദിവസം വിജനമായി കിടന്നിരുന്ന അമ്പലവും പരിസരവും ജനങ്ങളാൽ നിറഞ്ഞിരുന്നു. താഴെയുള്ള അമ്പലവും മുകളിലേക്കുള്ള പടവുകളും ജമന്തി പൂക്കൾ കൊണ്ടുള്ള മാലകളാൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അമ്പലത്തിന്റെ മുന്നിൽ 5 തലയുള്ള നാഗത്തിന്റെ വലിയൊരു കളം. എന്താ ദേവ നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ആ കളത്തിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. ഈ കളം. അവൾ ആ കളം ചൂണ്ടിക്കാട്ടിയിട്ട് തിരിഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കി. കളം? ഞാൻ സംശയത്തോടെ അവളുടെ നേരെ നോക്കി ചോദിച്ചുകൊണ്ട് നെറ്റി ചുളിച്ചു. ആരു, ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. ആ കളത്തിലേക്ക് വീണ്ടും ശ്രദ്ധിച്ചിട്ട് പറഞ്ഞ അവളുടെ മുഖത്ത് ഒരു പകപ്പ് ഞാൻ കണ്ടു. എവിടെ വെച്ച്? എങ്ങനെ? അവളത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു ജിജ്ഞാസയാണ് എനിക്ക് തോന്നിയത്. സ്വപ്നത്തില്. മന്ത്രിക്കും പോലെ ആ കളത്തിലേക്ക് നോക്കിയിട്ട് അവൾ പറഞ്ഞു. സ്വപ്നത്തിലോ? എന്റെ ശബ്ദമൽപ്പം ഉയർന്നത് കേട്ട് തൊട്ടടുത്ത് നിന്ന ചില ആളുകൾ ഞങ്ങളെ തിരിഞ്ഞു നോക്കി. അതെ ആരു, ഈ കളം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. അവൾ തിരിഞ്ഞ് വീണ്ടും എന്നെ നോക്കി. ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭയം നിറയുന്നത് ഞാൻ കണ്ടു. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആരു. നമുക്ക് തിരിച്ചു പോയാലോ? പേടിയോടെ എന്റെ കൈകളിൽ പിടിച്ചിട്ട് അവൾ ചോദിച്ചു. പേടിക്കാതിരിക്കട, ഞാനില്ലേ കൂടെ. നീ എപ്പോഴായി കാണാൻ സ്വപ്നം കണ്ടത്? ഞാൻ അവളെ പതുക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചു. എന്റെ ഈ കഴിഞ്ഞ പിറന്നാളിന്റെ തലേ ദിവസം. ഭയത്തോടെ ആ കളത്തിലേക്ക് വീണ്ടും ഒന്ന് നോക്കിയിട്ട് അവൾ മറുപടി പറഞ്ഞു. ഭയ്യ, ദാ ആയിരിക്കുന്നതാ ഞാൻ പറഞ്ഞ ദാദിമ. ശ്രീജിത്ത് പറയുന്നത് കേട്ട് അവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കി. അവിടെ അമ്പലത്തിന് മുന്നിലെ ഷെഡിൽ വെളുത്ത സാരി ധരിച്ച് സാരിയുടെ മുന്താണി കൊണ്ട് തല വഴി പുതച്ച് ചമ്രം പടിഞ്ഞിരിക്കുന്ന വയസ്സായ ഒരു സ്ത്രീ. കയ്യിലൊരു മുളവടിയുണ്ട്. ബാബയ്യ, നമുക്ക് ആ കത്തിനെ കുറിച്ച് ദാദിമയോട് ചോദിക്കാം. എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. സന്യാസിനിയെ പോലെ ഇരിക്കുന്ന ആ സ്ത്രീയുടെ മുന്നിൽ ഞങ്ങൾ ചെന്ന് നിന്നു. ധ്യാന നിരതയായിരിക്കുന്ന അവരുടെ കൈകളിൽ രുദ്രാക്ഷം ചുറ്റിയിട്ടുണ്ട്. പ്രായാധിക്യത്താൽ ചുളിവ് വീണ ആ നെറ്റിയിൽ ഭസ്മം കൊണ്ടുള്ള 3 വരകൾ. മുന്നിൽ ആരൊക്കെയോ വന്ന് നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ടെന്നതുപോലെ അവർ കണ്ണുകൾ തുറന്നു. വെളിച്ചത്തിലേക്ക് പെട്ടെന്ന് കണ്ണുകൾ തുറന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ നെറ്റിയുടെ മുകളിൽ കൈവച്ച് ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എല്ലാവരെയും മാറി മാറി നോക്കിയ അവരുടെ കണ്ണുകൾ ഒടുവിൽ എന്റെ മുഖത്ത് വന്ന് തറഞ്ഞു നിന്നു. ദാദിമ, ഇവരെ കേരളത്തിൽ നിന്നും വന്നതാ. ഈ ആരുഷ് ഭയ്യയുടെ കയ്യിൽ ഒരു എഴുത്തുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയിട്ട് ഒന്ന് പറയാമോ? ശ്രീജിത്ത് ആ വൃദ്ധയോട് ചോദിച്ചു. അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവരുടെ നോട്ടം വീണ്ടും എന്റെ മുഖത്തേക്ക് തന്നെ തിരിഞ്ഞു. ഞാൻ പോക്കറ്റിൽ നിന്നും ആ എഴുത്തെടുത്ത് അവരുടെ നേരെ നീട്ടി. എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവർ ആ എഴുത്ത് വാങ്ങി നിവർത്തി. ആ മുഖത്ത് ആശ്ചര്യവും സന്തോഷവും നിറഞ്ഞു. തല ഉയർത്തി എന്നെ നോക്കി അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. ഇരുന്ന സ്ഥലത്തു നിന്നും ചാടി എഴുന്നേറ്റ് അവർ അപ്രതീക്ഷിതമായി എന്നെ കെട്ടിപ്പിടിച്ചു. മാരാ പുത്ര, മാനെ കബ്രി ഹദീക്കെ हमें एक दिवस आवासो हम अट्टल वर्षोती हमारा राह जो तो हदो. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ഗുജറാത്തി ഭാഷയിൽ പറയുന്നത് കേട്ട് എല്ലാവരുടെയും കിളി പോയി നിൽക്കുകയായിരുന്നു. എന്നെ ദാദിമയ്ക്ക് അറിയാമോ? അവർക്ക് എല്ലാ ഭാഷകളും അറിയാമെന്ന് ശ്രീജിത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് ചോദിച്ചത്. അറിയാമോ എന്നോ? അവരെന്റെ കവളത്തൊന്ന് തലോടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡത്തിൽ നിന്നും ഒരു പെയിന്റിംഗ് എടുത്ത് ഞങ്ങളെ കാണിച്ചു. 10-25 വർഷം പഴക്കമുള്ള അവരുടെ തന്നെ ഒരു ചിത്രമായിരുന്നു അതിൽ വരച്ചിരുന്നത്. അവരുടെ തോളത്ത് ഒരു കുട്ടിയും. ദേടാ, നിന്റെ കുഞ്ഞിലുള്ള പടമല്ലോ അത്. ഞാൻ ആ ചിത്രത്തിലേക്ക് നോക്കുന്നതിനിടയിൽ പുറകിൽ നിന്നിരുന്ന അസി പറഞ്ഞു. അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ഞാൻ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി.
അത് കേട്ട ഗംഗ അവരുടെ കയ്യിൽ നിന്നും ആ ചിത്രം വാങ്ങി നോക്കി. നിറഞ്ഞ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി അവൾ എന്നെയും ആ ഫോട്ടോയിലേക്ക് മാറി മാറി നോക്കി. എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രായമായ സ്ത്രീ എനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് മനസ്സിലാക്കിയ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഇവിടെ ഇരിക്ക്. എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ അവർ എന്റെ കൈകളിൽ പിടിച്ച് ആ ഷെഡിനകത്തേക്ക് ഇരുത്തി. ദാദിമ, ഞാൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അവരെ നോക്കി ചോദിച്ച എന്റെ വാക്കുകളിലെ ഇടർച്ച മനസ്സിലാക്കിയ ഗംഗ എന്റെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചു. ഗംഗയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ദാദിമ അവളുടെ ഇരു കൈകളും തന്റെ കൈകളിലേക്ക് എടുത്തു പിടിച്ചിട്ട് അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു. അത് കഴിഞ്ഞ് കണ്ണു തുറന്ന അവർ ഒരു പുഞ്ചിരിയോടെ അവളുടെ കൈരേഖകളിൽ കൂടി വിരലൊടിച്ചു. ശംഭോ ചെല്ലേ ജോ ജൊടാവു ജോ ഏക് സാത്ത് ജൊടായേച്ച്. മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പി സന്തോഷത്തോടെ അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ ഞങ്ങൾ പരസ്പരം നോക്കി. ഭുജംഗ. അല്പനേരം എന്റെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിയതിനു ശേഷം അവർ വിളിച്ചത് കേട്ട് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്